Hi friends, OnePlus in the earbudകൾ നല്ലതാണെന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു OnePlus earbudമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. OnePlus Buds Z2 അതിന്റെ തന്നെ ഒബ്സിഡിയൻ ബ്ലാക്ക് എന്ന് പറയുന്ന കളർ വേരിയന്റ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. സോ ഇത് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. ബോക്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബഡ്സ് കാണാം. അപ്പോൾ ഇതാണ് OnePlus Buds Z2. ഒരു ക്യാപ്സ്യൂൾ സ്റ്റൈൽ ഡിസൈൻ അല്ലേ. എന്തായാലും ഇത് കയ്യിലോട്ട് എടുക്കുമ്പോൾ നമുക്കിവിടെ കാണാം നല്ലൊരു ഗ്ലോസി ഫിനിഷാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്മഡ്ജസ് ഒക്കെ പെട്ടെന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ബട്ട് എങ്കിൽ പോലും നന്നായിട്ടുണ്ട് ബിൽറ്റ് ക്വാളിറ്റിയൊക്കെ. ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ സൗണ്ടൊക്കെ കേൾക്കാം. കാണാം നല്ല ക്വാളിറ്റിയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, മോശം ക്വാളിറ്റി ഒന്നും പറയാനില്ല കേട്ടോ. ഓപ്പൺ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇതിനകത്ത് ഇയർബഡുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാം. നല്ല ഡീസൻ്റ് ആയിട്ടുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നും കണ്ടിട്ട് തോന്നുന്നില്ല. ബോക്സിൻ്റെ റിയർ സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട്, അതായത് ഇയർബഡുകളൊക്കെ റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. ടൈപ്പ് സി കേബിളും ബോക്സിലുണ്ട് കേട്ടോ. സോ ചാർജിങ് ഒന്നും ഇഷ്യൂ അല്ല. ഫ്രണ്ടിൽ ഒരു ചെറിയ LED ഇൻഡിക്കേറ്ററും കാര്യങ്ങളുണ്ട്. ഇതാണ് ബോക്സിന്റെ ഒരു ഓവർവ്യൂ. ബോക്സിന്റെ അടിയിലായിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്ത് ഇയർബഡ് കയ്യിലോട്ട് എടുക്കാം നമുക്ക്. ബോക്സ് അവിടെ ഇരിക്കട്ടെ. സോ ഇതാണ് OnePlusന്റെ ഇയർബഡുകൾ. ചെവിയിലോട്ട് വെക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. കംഫർട്ട് പറയാം, കംഫർട്ട് അടിപൊളിയാണ്. ആദ്യം പറഞ്ഞാൽ ഇപ്പോഴല്ല, ഇതിന് മുമ്പേ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. കംഫർട്ടിൽ യാതൊരു ഇഷ്യൂ ഇല്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ചെവിയിൽ ഇരിക്കുന്നതിനെ നമ്മൾ അറിയില്ല. ആ രീതിയിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയ കംഫർട്ടബിൾ ആയ ഒരു സെറ്റപ്പാണ് ഈ ഒരു ഇയർബഡിനുള്ളത്. സോ യൂസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് അത്യാവശ്യം നല്ല ബേസ് ഉണ്ട്. സോ ബേസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, നല്ല ബേസിൽ പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് നല്ലതാണ്. അത്യാവശ്യം നല്ല ഡീപ്പായ ബേസും കാര്യങ്ങളുണ്ട്, ഒരു എഫക്റ്റ് ഉണ്ട് പാട്ട് കേൾക്കുമ്പോൾ. അതേപോലെ ക്ലാരിറ്റി, പാട്ടുകൾ ഇഷ്ടപ്പെട്ട് അതിൻ്റെ ലിറിക്സും വോക്കൽസും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കേൾക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും നന്നായിട്ടുണ്ട്. സൗണ്ടിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ക്ലാരിറ്റിയിൽ സൗണ്ട് ഉണ്ട്, ഒപ്പം തന്നെ നല്ല ബേസും ഉണ്ട്. സോ സൗണ്ടിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് നല്ല ക്വാളിറ്റിയാണ്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വായിക്കാം. 40 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെയാണ് ഇതിൽ വരുന്നത്. സോ നിങ്ങൾക്ക് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ നല്ല രീതിയിൽ കിട്ടും. ജസ്റ്റ് ഇത് ചെവിയിൽ വെച്ചിട്ട് ഒരു നോർമലി ഇത് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാം. അതോടുകൂടി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആവും. പിന്നെ പുറത്തുനിന്നുള്ള ഒരു സൗണ്ട് കേൾക്കില്ല, കട്ട് ചെയ്ത് ഡീസൻ്റ് ആയിട്ട് പാട്ട് കേൾക്കാം. സോ നല്ലൊരു നോയ്സ് ക്യാൻസലേഷൻ ലെവലുള്ള ഇയർഫോണാണ് ഈ ഒരു OnePlus Buds Z2. ENC 3 മൈക്ക് കോൾ നോയ്സ് റിഡക്ഷൻ ഒക്കെ ഉണ്ട്. അതായത് കോളൊക്കെ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇവിടുത്തെ നോയ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഡീസൻ്റ് ആയിട്ട് നമ്മുടെ ഓഡിയോ കേൾപ്പിക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട്. സോ കോളിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഈ ഒരു ഇയർബഡ് തരും. 38 അവേഴ്സിൻ്റെ ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെയാണ് കമ്പനി പറയുന്നത്. 11 mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ്. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് ഉണ്ട്. IP55 വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻസ് ആണ് വരുന്നത്. ഗെയിം കളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഗെയിമിനൊക്കെ ചെറിയ ലേറ്റൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സാധാരണ റീൽസ് കാണുമ്പോഴാണെങ്കിലും ചെറിയൊരു ലേറ്റൻസി ഒക്കെ കാണുന്നുണ്ട്. ബട്ട് ഇത് ലോ ലേറ്റൻസി ആണ്, ഏറ്റവും നല്ലൊരു ലേറ്റൻസി സെറ്റപ്പാണ് ഈ ഒരു ബഡിലുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 94 ms എന്ന് പറയുന്ന വളരെ കുറഞ്ഞൊരു ലോ ലേറ്റൻസി സെറ്റപ്പിലാണ് ഈ ഒരു ഇയർബഡ് വരുന്നത്. സോ മെയിനായിട്ടും ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ മുതലാവുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മുതലാവുമെന്ന് തന്നെയാണ് തോന്നുന്നത്. OnePlus ബഡുകളെ വിശ്വസിക്കാം, OnePlus ഇയർബഡുകളെ വിശ്വസിക്കാമെന്ന് തോന്നുന്നു. കാരണം യൂസ് ചെയ്തതിൽ നിന്നും എനിക്കായാലും ഇവിടെ ഉപയോഗിച്ച് മറ്റുള്ളവർക്കാണെങ്കിലും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. സോ OnePlus ബഡ്സിൻ്റെ ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ സൈറ്റുകളിൽ ലിങ്കും ഞാൻ കൊടുക്കാം. പോയി നോക്കുക, എല്ലാ സ്പെസിഫിക്കേഷനും വായിച്ച് നോക്കുക. ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന ചോദ്യമാണ് നമ്മളോട് നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്. എക്സലൻറ്റ്, നല്ല ക്വാളിറ്റിയാണ്. 4999 രൂപ, അതായത് 5000 രൂപയാണ് OnePlus Buds Z2 എന്ന് പറയുന്ന ഈ ഒരു സംഗതിയുടെ വില. ആ വിലക്കുള്ളതുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടും കാര്യങ്ങളും ബാറ്ററി ലൈഫും എല്ലാം കോളും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സെറ്റപ്പാണ്. സോ കൂടുതലൊന്നും പറയുന്നില്ല, ഗുഡ് ക്വാളിറ്റിയാണ്, വേണമെങ്കിൽ വാങ്ങിക്കാം, നിരാശപ്പെടുത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. OnePlusൻ്റെ ബഡ്സ് എങ്ങനെയുണ്ട് എന്ന് ഒരുപാട് പേര് ചോദിച്ചതിൻ്റെ ആൻസറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.